ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ SBI ക്ലർക്കിന്റെ എക്സാം ഡേറ്റ് ആയി അല്ലെ, 22-ന് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നമ്മളുടെ SBI ക്ലർക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ സെഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. വളരെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻസ് ടൈമർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ തരുമ്പോൾ വളരെ വേഗത്തിലാണ് നിങ്ങൾ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം ഇത്രയും നാളത്തെ നമ്മളുടെ ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു. സോ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എക്സാം ടൈമിലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പോൾ നാളെയാണ് നമ്മളുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. നാളെയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 22, 27, 28. സോ നിങ്ങളെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അത് കളർ ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലൊരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. എക്സ്ട്രാ ഒരു 2 ഫോട്ടോസ് നിങ്ങൾ കയ്യിൽ കരുതുക. നമ്മൾ ഒരു ഐഡന്റിറ്റി പ്രൂഫ് ഒറിജിനലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുക. ഫോട്ടോ കോപ്പി അവിടെ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പേന നിങ്ങളെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. ഓക്കെ, അതൊക്കെ ഓൾറെഡി നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ് എന്നൊക്കെ നിങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരിക്കും. എത്ര ദൂരമുണ്ട് വീട്ടിൽ നിന്ന്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഇത് കൂടാതെ നമുക്ക് എക്സാം ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു സ്കോർ ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ഇപ്പൊ തന്നെ മാരത്തോൺ സെഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വളരെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാരത്തോൺ സെഷന്. അപ്പൊ അതേപോലെ നമ്മളുടെ കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ചാണ് അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച്. 2025 വരുന്ന എല്ലാ ബാങ്ക് എക്സാംസിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബാച്ചിലൂടെ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് ഓഗസ്റ്റിൽ നമ്മുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അന്നേരം തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് സ്പീഡും ആക്യുറസി ഒന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. സോ അതിന് നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ കഴിഞ്ഞുപോയ സെഷൻസിന്റെയും, വളരെ കുറച്ച് സെഷൻസേ കഴിഞ്ഞിട്ടുള്ളൂ, അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് റെഡി ആയിക്കോളാം. അതുകൂടാതെ നമുക്ക് എക്സ് സർവീസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മിഷൻ സൈനിക് ബാങ്കർ 2025. അപ്പോൾ ഈ 2025 വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സ് സർവീസ് ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാച്ചിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഏറ്റവും ബേസ് മുതലായിരിക്കും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഒന്നും അറിയത്തില്ല മാത്സ്, അല്ലെങ്കിൽ റീസണിങ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ബേസ് തൊട്ടാണ് നമ്മളുടെ ക്ലാസ്സസ് പോകുന്നത്. അതിപ്പോൾ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് ആണെങ്കിലും സൈനിക് ബാങ്കർ ആണെങ്കിലും എല്ലാത്തിലും ബേസ് ടു അഡ്വാൻസ് ആയിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുക. നമ്മുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇതും നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൈനിക് ബാങ്കറും. ബട്ട് അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. 2025 എല്ലാ ബാങ്ക് എക്സാംസിനും എല്ലാ ഇൻഷുറൻസ് എക്സാംസിനും വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ SBI ക്ലർക്കിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ്, എസ്പെഷ്യലി മോക്ക്. നമുക്കൊരു സ്വഭാവമുണ്ട്, നാളെ എക്സാം ആണെന്ന് അറിയുമ്പോൾ അയ്യോ ഞാൻ അത് പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് പഠിച്ചില്ല, അയ്യോ ഇല്ല ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്തു, അത് ഇന്നൊന്ന് നോക്കിയാലോ. നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്തോ അത് മാത്രം മതി. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന ഒരു കാര്യം ഒഴിവാക്കുക. എസ്പെഷ്യലി തലേ ദിവസം രാത്രിയിൽ മോക്ക് ചെയ്യുന്ന പരിപാടി. നമ്മൾ ഇത്രയും ദിവസം എഫേർട്ട് ഇട്ടതാണ്. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസും കൂടുതലായിരിക്കും. കാരണം എസ്പെഷ്യലി മോക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ മോക്ക് പല ലെവലിലുള്ള മോക്ക് ഉണ്ടായിരിക്കും. റിയൽ എക്സാമിന്റെ മോക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലെവൽ കൂട്ടിയിട്ടുള്ള ഒരു മോക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ തലേന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ ഇച്ചിരി ലെവൽ കൂടിയ മോക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച എത്ര സ്കോർ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റിലെ പ്രിപ്പറേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പുതിയതായിട്ടൊരു ചാപ്റ്റർ, ഇപ്പൊ ക്വാണ്ടിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഉടനെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് ആക്കാനായിട്ട്, അത് നമുക്ക് ഒട്ടും സമയമില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഒഴിവാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ മോക്ക് ചെയ്യുന്നത്.
ലാസ്റ്റ് മിനിറ്റിലെ ഒരു ഹറിബറി നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആക്കുന്നതല്ലാതെ നമുക്കൊരു പോസിറ്റീവ് സൈഡ് തരില്ല. സോ ആ ഒരു കാര്യം എല്ലാവരും ആദ്യം തന്നെ ഒഴിവാക്കുക. നിങ്ങളാരും ചെയ്യുന്നില്ല, ഓൾറെഡി ഞാൻ ക്ലാസ്സസിലൊക്കെ പറയുന്ന കാര്യമാണ്. മാരത്തോൺ സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോക്ക് നിങ്ങൾ ഒഴിവാക്കണം തലേ ദിവസം. ഇപ്പം അടുത്ത വീക്ക് എക്സാം ഒക്കെ ഉള്ളവർ നിങ്ങൾ 2-3 ദിവസം കൂടെ ഒക്കെ മോക്ക് ചെയ്തോ, നോ ഇഷ്യൂ. ഞാനിപ്പോൾ നാളെ എക്സാം ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. സോ ലാസ്റ്റ് മിനിറ്റ് മോക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു വന്നതിന് റിവൈസ് കീ കോൺസെപ്റ്റ്സ്. അതായത് നമ്മൾ പഠിച്ചത് ഇപ്പൊ ക്വാണ്ടിലായിക്കോട്ടെ റീസണിങ്ങിലായിക്കോട്ടെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്വയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും, ക്യൂബ്, അതേപോലെ തന്നെ ടേബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ് ആണെങ്കിലും. ഇതിപ്പോ ഞാൻ ക്വാണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. റീസണിങ്ങിലാണെങ്കിൽ നമുക്കങ്ങനെ ഓർത്തിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൂടുതലും കോഡിംഗ് ഡീകോഡിങ്ങിലാണ് നമ്പേഴ്സ് ഒക്കെ വേണ്ടി വരിക. പക്ഷെ നമുക്കിവിടെ ചൈനീസ് കോഡിംഗ് ആയിരിക്കും ചോദിക്കുക. എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ച, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ക്വാണ്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്ററിനകത്തിലെ സ്പെഷ്യലി ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അത് മാത്രമേ ഈ തലേ ദിവസങ്ങളിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ടോപ്പിക്ക് പഠിക്കുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ഓക്കെ. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. വേറെ കാര്യമൊന്നുമില്ല. സ്ക്വയേഴ്സും ക്യൂബ്സും, കാരണം ഇതിപ്പോൾ ക്ലർക്കിന്റെ എക്സാം ആണ്, സ്പീഡ് ടെസ്റ്റ് നന്നായിട്ടുണ്ടായിരിക്കും ക്വാണ്ടില്. സോ ആ സ്ക്വയറും ക്യൂബും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസും പഠിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, സ്റ്റിക്ക് ടു യുവർ സ്ട്രാറ്റജി ഇൻ ഈച്ച് സെക്ഷൻ. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഓരോ സെക്ഷന് നമുക്ക് 20 മിനിറ്റ് വീതമാണ് കിട്ടുക. ഇപ്പൊ റീസണിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ റീസണിങ് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. അപ്പം റീസണിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റീസണിങ് സെപ്പറേറ്റ് ഞാനൊരു സെക്ഷൻ ചെയ്തപ്പോഴും പറഞ്ഞതാണ്. നമ്മൾ മോക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിലായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മിസ്ലേനിയസ് ചെയ്തിട്ടായിരിക്കും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരിക. നമ്മൾ ഏത് രീതിയിലാണോ മോക്ക് ചെയ്ത് വന്ന് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ ക്വാണ്ടിന്റെ കേസ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യം 1 ലൈനേഴ്സ് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും നിങ്ങൾ DIയിലേക്ക് വരിക, ലാസ്റ്റ് ആയിരിക്കും അരിത്തമെറ്റിക് പ്രോബ്ലത്തിലേക്ക് വരിക, അല്ലെ? ആ സ്ട്രാറ്റജി എങ്ങനെയാണോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മോക്കിൽ നല്ല സ്കോർ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി എന്താണോ ഓരോ സെക്ഷനിലും, അതേപോലെ തന്നെ ഇംഗ്ലീഷിലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. കാരണം ഇപ്പൊ നമ്മൾ എക്സാം കയറുന്ന അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ടു, ആ ആൾ ഇങ്ങനെയാണ് ചെയ്തത്, ഉടനെ നമ്മൾ ചെയ്തു വന്ന ഒരു സ്ട്രാറ്റജി മാറ്റാതിരിക്കുക. നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ളത് ഏത് മെത്തേഡിലാണോ ഏത് സ്ട്രാറ്റജിയിലാണോ അതിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് ഇനി അങ്ങനെ ചെയ്ത് നോക്കിയാലോ, ഇവിടെ പെട്ടെന്നൊരു ഹറിബറി ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ബ്രെയിനിന് തന്നെ കൺഫ്യൂഷൻ ആകും. പസിൽസ് തന്നെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളൊരു രീതിയിലാണ് പഠിച്ചു വന്നത്, എക്സാമിന് പോകുമ്പോഴും അതേ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം അതും ആ രീതി ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ബ്രെയിൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഒരു ലാസ്റ്റ് മിനിറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി മാറ്റാതിരിക്കുക. ഓക്കെ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അവോയ്ഡ് ഗസ് വർക്ക്. എസ്പെഷ്യലി അതെനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇംഗ്ലീഷിലാണ്. ഏറ്റവും കൂടുതൽ ഗസ് വർക്ക് ചെയ്യുന്നതും ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ്. അതൊരിക്കലും ചെയ്യരുത്. കാരണം ക്വാണ്ടാണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒന്നിനും ഗസ് വർക്ക് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1/4 ആണ് മാർക്ക്. ഞാൻ എപ്പോഴും ക്ലാസ്സിലും പറയും, നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടിയുള്ളെങ്കിലും സാരമില്ല, പക്ഷെ 10 എണ്ണം എഴുതിയിട്ടായിരിക്കണം 10 മാർക്ക് കിട്ടേണ്ടത്. 10 മാർക്ക് മേടിച്ചാൽ മതി എന്നല്ല ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ എത്ര മാർക്ക് കിട്ടുന്നോ അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത് അത്രയും ആയിരിക്കണം. ദാറ്റ് മീൻസ് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. ഒരു ഗസ് വർക്കും ചെയ്യാതെ ഇരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് സ്മാർട്ട് വർക്കിന്റെ കാര്യമല്ല. ഇപ്പൊ ചില ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ചെയ്യില്ലേ, അതിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അത് സ്മാർട്ട് വർക്ക് എന്ന് പറയും. ഇന്നത് വരത്തില്ല, അത് നമ്മൾ സ്മാർട്ട് വർക്ക് രീതിയിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ചില ക്വാണ്ടിനകത്തിലാണെങ്കിലും റീസണിങ്ങിനകത്തിലാണെങ്കിലും നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നും അറിയാതെ ചുമ്മാ A, ചുമ്മാ B, ചുമ്മാ C. അപ്പോൾ ഒന്നും അറിയാതെ ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗസ് വർക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും കൂടുതൽ അങ്ങനെ വരാൻ സാധ്യതയുള്ളത് ഇംഗ്ലീഷ് സെക്ഷനിലാണ്. അത് ശ്രദ്ധിക്കണം. ഗസ് വർക്ക് എനിക്ക് അറിയാത്തത് ചെയ്യില്ല എന്ന് വ്യക്തമായിട്ട് തീരുമാനിക്കുക. അവോയ്ഡ് ഗസ് വർക്ക്. ഓക്കെ, അതാണ് 4th പോയിന്റ്. 5ാമത്തെ പോയിന്റ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഓൺ എ സിംഗിൾ ക്വസ്റ്റ്യൻ. എസ്പെഷ്യലി ഞാൻ പസിൽസ് ഒക്കെ തന്നെ പറയാറുണ്ട്.
ചില പസിൽസ് അല്ലെങ്കിൽ ചില ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ നമ്മളെ അവിടെ പിടിച്ചിരുത്തും. നമുക്ക് ഇപ്പൊ കിട്ടുമെന്ന് തോന്നും, പക്ഷെ കുറേ സമയം നമ്മളുടെ കളയാൻ കഴിവുള്ള ക്വസ്റ്റ്യൻസ് ക്വാണ്ടിലും ഉണ്ട്, റീസണിങ്ങിലും ഉണ്ട്, ഇംഗ്ലീഷിൽ RCയിലും ഒന്നും നിങ്ങൾ അങ്ങനെ പെട്ടു പോകരുത്. ഒരു ക്വസ്റ്റ്യനിലും ഒരു പരിധിയിൽ കൂടുതൽ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, കളയാനായിട്ട് പാടില്ല. വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. ആകെ 20 മിനിറ്റ് മാത്രമാണ് നമുക്ക് എന്തുള്ളത്, എക്സാം ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്വാണ്ടാണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല. കാരണം ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞാൽ മിസ്ലേനിയസ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് പസിൽസിലേക്ക് പോകാൻ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ചിലർക്ക് ആ ഒരു രീതിയിൽ അത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓർഡറിലാണെങ്കിൽ പോലും ചില പസിൽസിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ വന്നു, പെട്ടെന്ന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാക്കി എല്ലാം ചെയ്ത് വന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വരിക. ഓക്കെ, നമുക്ക് ചില സമയത്ത് പറ്റിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് ഇപ്പൊ കിട്ടുമെന്ന് തോന്നും, അങ്ങനെ കുറേ സമയം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. വളരെയധികം ശ്രദ്ധിച്ചോണം. ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിലും പറയുന്നത് ഒരു കാര്യമാണ്, ഹെൽത്ത് ഈസ് വെൽത്ത്. അല്ലെ, നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടായിരിക്കത്തുള്ളൂ. അല്ലെ, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക, അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ഈ ഒരു എക്സാം ടൈമിൽ, എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. ഓവർ കഴിക്കണം എന്നല്ല, പക്ഷെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക. അതും ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ്ലി ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. വെപ്രാളം പിടിച്ചിറങ്ങി അങ്ങനെ പോകാതിരിക്കുക. നേരത്തെ എണീക്കുക. അതേപോലെ തന്നെ നന്നായിട്ട് ഇപ്പം ഏർലി ഷിഫ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിലും അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ട് പോവുക. 1 മണിക്കൂർ എക്സാം ഉണ്ട്. അവിടെ നമ്മളുടെ ഹെൽത്തും മൈൻഡും ഒക്കെ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ബ്രെയിൻ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാൻ ഒരുപാട് തവണ എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഹെൽത്ത് ഈസ് വെൽത്ത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കരുതുക. നിങ്ങൾക്ക് എക്സാം ഹാളിനകത്തിൽ കയറ്റാൻ പറ്റും, പക്ഷെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇടയ്ക്ക് വെള്ളം ഒന്ന് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കുടിക്കാനായിട്ട് പറ്റും, അതൊന്ന് കയ്യിൽ കരുതുക. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പൊ ആഫ്റ്റർനൂൺ ഒക്കെയാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ്, ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കരുതാം. നമ്മൾ ഓക്കെ ആയിട്ടിരിക്കാം. നമുക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ക്ഷീണം തോന്നുന്നു, അങ്ങനെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാം ഹാൾ അല്ലെങ്കിൽ എക്സാം സെന്ററിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കടക്കാൻ പാടില്ല. ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മളുടെ ഷിഫ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തലേന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഇച്ചിരി ദൂരമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ കഴിച്ചിട്ടാണ് ബസ്സിലൊക്കെ കയറുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും നിങ്ങളൊന്ന് കയ്യിൽ കരുതി വെക്കുക, എക്സാം സെന്ററിൽ ചെന്നിട്ട് കഴിക്കാനായിട്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചേക്കണം. ഇനി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റ് ആണെന്ന് വെച്ചോ. സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റ് ആണ്, നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഫസ്റ്റ് ഷിഫ്റ്റിലെ കഴിഞ്ഞുള്ള ആൾക്കാർ വന്നിട്ടായിരിക്കും നമ്മളെ കയറ്റുക, അല്ലെ? അപ്പൊ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിലോട്ട് കയറാൻ പോവാണ്. ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞ് വരുന്നവരോട് ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഡിസ്കഷൻസിലേക്ക് കടക്കാതിരിക്കുക. ചിലപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഇച്ചിരി പാടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെയായിരിക്കും, ചിലപ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ ചിലപ്പോൾ ആ കുട്ടി, ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന കുട്ടി ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കുട്ടി ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാത്തൊരു കുട്ടിയായിരിക്കും, ജസ്റ്റ് എക്സാം എഴുതാനായിട്ട് വന്നൊരു കുട്ടിയായിരിക്കും. ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിൽ പോലും അത് പാടാന്നായിരിക്കും പറയുക. അപ്പൊ അത് കേൾക്കുമ്പോൾ, അത് കേട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. അയ്യോ ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അകത്തോട്ട് കയറുന്നത്. ചിലപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ കയറാതിരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒന്നും നമ്മളുടെ എക്സാം കഴിയുന്നത് വരെ ചെയ്യാതിരിക്കുക. നമുക്കറിയില്ല നമ്മൾ കയറാൻ പോകുന്ന ഷിഫ്റ്റ്, മുന്നിലത്തെ ഷിഫ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. കഴിവതും നിങ്ങൾ എക്സാം കഴിയുന്നത് വരെ നോക്കാതിരിക്കുക. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ. ഇപ്പം നമ്മൾ ആ ചോദിച്ചിട്ട് അങ്ങോട്ട് കയറുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് ചോദിക്കുന്ന ആളെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയില്ല. ആള് പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ, നന്നായിട്ട് പഠിച്ചിട്ടാണോ വന്നത്, ഇതൊന്നും നമുക്ക് അറിയില്ല. സോ ആ ഒരു കാര്യം ഒഴിവാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഷിഫ്റ്റിന്റെ ടൈമിൽ ചെല്ലുക, എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഷിഫ്റ്റിന്റെ അനാലിസിസ് ഒക്കെ നടത്തുക. എക്സാമിന് കയറാൻ പോകുമ്പോൾ അത് ഒഴിവാക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നന്നായിട്ട് ഉറങ്ങുക എക്സാമിന്റെ തലേന്ന്. അല്ലാതെ അയ്യോ എനിക്കിനി ഈ ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ അത് തന്നെ വായിച്ച് ടെൻഷൻ അടിച്ചിരിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പിറ്റേന്ന് നമ്മളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഉറങ്ങുക, നേരത്തെ കിടന്നുറങ്ങുക, ലേറ്റ് നൈറ്റ് സ്റ്റഡി ഒഴിവാക്കുക എക്സാമിൻ്റെ തലേന്ന്. കാരണം നമുക്ക് ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഒന്നും വലിയ ഒരു മാറ്റമൊന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അല്ലെ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറേ നാൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പൊ അത്രയും നാൾ കൊണ്ട് നമ്മൾ പഠിച്ചത് ഒറ്റ രാത്രി ഉറങ്ങാതിരുന്ന് പിറ്റേന്ന് എക്സാമിനാണ് നമുക്കത് തെളിയിക്കേണ്ടത് അല്ലെ. എക്സാം ആണ് നമുക്ക് നന്നായിട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഉറങ്ങാതിരുന്ന് നിങ്ങളുടെ ആ ഒരു ഡേ നിങ്ങൾ എന്ത് ചെയ്യരുത്, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട ഒരു ദിവസം കളയരുത്. സോ നേരത്തെ കിടന്നുറങ്ങുക, നമുക്ക് എക്സാമിന് സെന്ററൊക്കെ നോക്കി വെച്ചിട്ട് എക്സാമിന് കൊണ്ടുപോകേണ്ട ഡീറ്റെയിൽ മീൻസ് കാര്യങ്ങളെല്ലാം അഡ്മിറ്റ് കാർഡും അതേപോലെ ഐഡന്റിറ്റി പ്രൂഫും കോപ്പിയും പെന്നും ഇതൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് കിടന്നുറങ്ങുക. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്നതാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക ആൻഡ് പോസിറ്റീവ് സെൽഫ് ടോക്സ്. അതായത് നമ്മളോട് തന്നെ സംസാരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമ്മൾ എത്ര ടൈം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെ. എത്ര ക്ലാസ്സുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ 4 ദിവസത്തെ മാരത്തോൺ തന്നെയാണെങ്കിൽ എല്ലാ ദിവസവും 3 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് മാരത്തോൺ പോയി അല്ലെ. ഇത് കഴിഞ്ഞ 4 ദിവസത്തേത് മാത്രം. അതിന് മുന്നേ എത്രയോ ക്ലാസ്സുകൾ അല്ലെ. ഓരോ ടോപ്പിക്ക് പഠിച്ചിടം തൊട്ടൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക. നിങ്ങൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയം തൊട്ടൊന്ന് ആലോചിച്ച് നോക്കുക. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു അല്ലെ. ആ തീരുമാനിച്ചൊരു ദിവസം ഉണ്ടായിരിക്കും. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ രാത്രികൾ അല്ലെ. ഓരോ സബ്ജക്ട്സ്, ക്വാണ്ട് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച് ഇവിടം വരെ വന്ന് നിൽക്കുക. എത്രയോ രാത്രികൾ അല്ലെ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അത് വീണ്ടും അല്ലെങ്കിൽ ആദ്യം മോക്ക് ചെയ്ത ദിവസം അപ്പൊ മേ ബി അത്രയും മാർക്ക് കുറഞ്ഞതിൽ നിന്ന് അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച് ഇവിടെ വരെ വന്ന് നിൽക്കുവാണ് അല്ലെ. അപ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ അറിയാവുന്നത്. സോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് നാളെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്ന് നിങ്ങളോട് തന്നെ പറയുക. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം അതിലും വലുത് വേറൊന്നുമില്ല. നമ്മളാണ് ഇത്ര ഇപ്പം മേ ബി നമുക്കൊരു നെഗറ്റീവ് ടോക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. അയ്യോ ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ എന്ത് പറ്റും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ തോട്ട്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ അതിനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. എക്സാമിന് പോകുന്നതിന് രാവിലെ തന്നെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ പറയാം, ഞാൻ ഇത്രയും വർക്ക് ചെയ്തതാണ്, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടതാണ് അല്ലെ. ഞാൻ ടൈമർ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ 3 സബ്ജക്ട്സും നന്നായി പഠിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ അല്ലെ. 35 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 100% എഫേർട്ട് ഇട്ടതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം ക്വസ്റ്റ്യൻസ്. എനിക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ അത് ചെയ്ത് പഠിച്ചതാണോ എന്ന് എനിക്ക് വിത്തിൻ സെക്കൻഡ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എനിക്ക് വളരെ വേഗത്തിൽ ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. സോ എനിക്ക് ഇന്നത്തെ ദിവസം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് എൻ്റെ ദിവസമാണ്. അത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ആക്ച്വലി ഇത് എല്ലാ ദിവസവും പറയണമെന്നാണ്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും പറയുക. ആ ഒരു കോൺഫിഡൻസ് അത് നമുക്കറിയാം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അതിനപ്പുറത്തേക്ക് വേറൊരാൾക്ക് അറിയില്ല. സോ അത് നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം സംസാരിക്കുക. അത് വളരെ വലിയൊരു മാജിക്കാണ്. ഓക്കെ, ഇപ്പോൾ സോ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ഇപ്പം നമ്മൾ ചെയ്ത ഒരു എഫേർട്ട്, നമ്മൾ ചെയ്തൊരു വർക്ക് നമുക്കറിയാം. ഇപ്പം മേ ബി കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയവർ ഈ കൊല്ലം എഴുതുന്നുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ആ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ വരും. പക്ഷേ അതിനുശേഷവും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരാൾ പറയുന്നതിനെക്കാട്ടിലും നമുക്കറിയാം നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സോ നമ്മളുടെ എഫേർട്ടാണ് ശരിക്കും ഇനിയുള്ള ദിവസങ്ങൾ, ഇപ്പം നാളെ ആയിക്കോട്ടെ, 27-ാം തീയതി ആയിക്കോട്ടെ, 28-ാം തീയതി ആയിക്കോട്ടെ, അത് ശരിക്കും നമുക്ക് തെളിയിക്കേണ്ടത്. സോ നന്നായിട്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഒരു നെഗറ്റീവ് തോട്ട്സിനും സ്ഥാനമില്ല. സ്വയം വിശ്വസിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. നമുക്ക് ഉറപ്പായും നേരിൽ കാണാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്.